ഇതെന്താണ് നിന്റെ ശവക്കല്ലറ? ശവക്കല്ലറയല്ല, ബോബി ജോൺ ഇവിടെ താമസിച്ചിരുന്നെന്നുള്ളതിന്റെ സ്മാരകമാണ്. നിനക്ക് വേണോ? ഓ വേണ്ട. എടി, ഞാനൊരു സോളോ ട്രിപ്പ് പോയാലെന്ന് ആലോചിക്കാം. ഖരഗ്പൂർ പോകുന്നതിന് മുന്നേ. എങ്ങോട്ടാ? ഞാനുണ്ട്. സോളോ ട്രിപ്പിനാ. ഓ, എന്താ പ്രശ്നം എന്നറിയോ? അച്ഛൻ സമ്മതിക്കില്ല. അല്ല, എങ്ങോട്ട് പോകാനായിരുന്നു മോളുടെ പ്ലാൻ? കേക്കട്ടെ. മൂന്നാർ മേ ബി. ബ്രോ, മൂന്നാർ ഇസ് ലൈക്ക് റൈറ്റ് ഹിയർ. നീ മിനിമം ഗോവ പിടിക്കേ. ഉവ്വ്. തൽക്കാലം ഞാൻ ഒന്ന് കോളേജ് ഇറങ്ങിയിട്ട് വരാം. ഇപ്പോഴോ? എടാ, നമുക്ക് ഇറങ്ങാറായി. ഇപ്പം വരാടോ. എനിക്ക് ഈ ലൈബ്രറി ബുക്ക് തിരിച്ചു കൊടുക്കണം, സൂസൻ മാഡത്തിനെ കാണണം, അങ്ങനെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പരിപാടീസ് ഉണ്ട്. ഇത്ര ദിവസം ഉണ്ടായിട്ട് നിനക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല. ചേട്ടാ ചൂടാവല്ലേ, ഒരു ലാസ്റ്റ് ഡേ ട്രിപ്പ് അത്രേ ഉള്ളൂ. നീ സെറ്റാവും, ഞാൻ ഇപ്പോൾ വരാം. ഹലോ എന്തൊക്കെയുണ്ട്? ഓ, എന്ത് പറയാനാടാ, ഫുള്ള് കട്ടപ്പോകയാണ്. ഞാൻ ഇതെല്ലാം നിർത്തി വെച്ച് വല്ല പണിക്കും പോയാലെന്ന് ആലോചിക്കുകയാണ്. ഏയ്, സ്പിരിറ്റ് വിടല്ലേ, പേപ്പറൊക്കെ ക്ലിയർ ആയിക്കോളും. നിനക്കിന് എത്ര സപ്ലൈ ഉണ്ട്? 31. ആ ബെസ്റ്റ്. നെയ്യും എന്തെങ്കിലും പണി കണ്ടുപിടിച്ച് വെച്ചോ. ഞാൻ ഒന്ന് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം, എന്നിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കണം. ആ അതെ, ഉച്ചയ്ക്ക് ഊണ് എൻ്റെ വീട്ടിലാട്ടോ. എന്തോ അമ്മാമ്മയുടെ ബർത്ത്ഡേയാ. എടാ, മെസ്സിൽ വെച്ചെന്നത് പ്രശ്നം ഉണ്ടായോ? ആ വാർഡൻ ഇപ്പം വിളിച്ചിരുന്നു. എന്താ നടന്നത്? കാര്യം എന്താണെന്ന് പറയാം. അതൊന്നുമില്ല അച്ഛാ, അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യം. കോളേജിൽ നിന്നേ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാലേ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കേ. ആ, എനിക്ക് നിന്നെക്കുറിച്ച് വലിയ മോഹങ്ങളൊന്നുമില്ല. ആ ഡിഗ്രി ഒന്ന് എടുത്തു കാണണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയോ പാട്ടോ എന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ ഡിഗ്രി ഒന്ന് എടുത്തിട്ട് പോരെ. നീ കേൾക്കുന്നുണ്ടോ? എന്തായാലും ടെൻഷനൊന്നും വേണ്ട. നീ അമ്മേനൊന്ന് വിളിക്കട്ടോ. വിളിക്കാം. എന്നാ വെച്ചോ, ഉള്ള സമയം വല്ലതിരുന്ന് പഠിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വല്ല ആർട്സിലും ചെന്ന് ജോയിൻ ചെയ്യും. അതിനെതിരെ എത്ര കൺഫ്യൂഷൻ. ഹായ് ചേച്ചി. നിങ്ങൾ ഏത് ഇയറാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ. ചേച്ചി എന്നാ പോണേ? കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. നിനക്കറിയില്ലേ, നമ്മുടെ ലേഡി റപ്പാ. നീ ധൈര്യമായിട്ട് വീട്ടിൽ കാര്യം പറ, നമുക്ക് പറഞ്ഞെടുത്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേ മനസ്സിലാതെ എന്നെ കൊണ്ട് നടക്കൂല ഈ പരിപാടി. അന്നേ നിർത്തി പോയാൽ മതിയായിരുന്നു. അപ്പോൾ വീട്ടുകാരും ഒന്നും തള്ളും. ഈ തള്ളുന്നവർക്ക് അറിഞ്ഞൂടാലോ വലിക്കുന്നവൻ്റെ വിഷമം. ഓരോ അലമ്പ് സീന്. എടുക്ക് വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നും. എങ്ങോട്ട് പോവാൻ? ദേ, നീ അടുത്ത 6 മാസം ഇരുന്ന് മര്യാദയ്ക്ക് പഠിക്കുക. പറ്റാവുന്നത്ര പേപ്പർ ക്ലിയർ ചെയ്യണം. തുണ്ടെല്ലാം വെച്ചൊരു പിടി പിടിക്കുക, ശരിയാവും. നീ എന്താ എന്ത് പറഞ്ഞാലും ഈ തുണ്ട് തുണ്ട് തുണ്ട്. ഞങ്ങൾ ഇറങ്ങുവാണേ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമേ. ട്യൂഷൻ കഴിഞ്ഞ എത്താം. ഓക്കെ ഓക്കെ ശരി. ആ ബോർഡിന് എന്നെ കൈ കിട്ടിയാണ്ടല്ലോ, എന്നെ ബാൻ ചെയ്യും പോലും. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. മുമ്പേ കോളേജ് ബൈക്ക് കയറ്റിയാ നമ്മുടെ ജോബിക്ക് വാണിംഗ് കിട്ടിയത്. നിനക്ക് കയറണോ കോളേജിൽ ബൈക്കുമായിട്ട്? പിന്നെന്ത്, ഇനി അവരെന്ത് ചെയ്യാൻ? കോഴ്സ് കഴിഞ്ഞില്ലേ? എന്നാ വാ, കയറി അവരെന്ത് ചെയ്യും നോക്കാം. നന്നായി പൊളിക്കാം. ഓ, കുഴപ്പമാവോ? നീ വാടാ.